ഈ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. എല്ലാ ഖൈറിനും അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. പ്രാർത്ഥനയെ സംബന്ധിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ അൽഹമഹു ദുആഅൻ. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു നൽകും. പ്രാർത്ഥന അവന്റെ മനസ്സിൽ പ്രാർത്ഥിക്കാനുള്ളൊരു തോന്നൽ അള്ളാഹു ഇട്ടുകൊടുക്കും. ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു, നമ്മളൊക്കെ ചിന്തിക്കണം, പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ ഒരു മനുഷ്യൻ എന്ന നിലക്ക്. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയൂ. ശൈഖുൽ ഇസ്ലാം പറയുന്നത് നോക്ക്, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് അവന് നൽകും അള്ളാഹു. വലിസ്തിആനത ബിഹി, അള്ളാഹുവിനോട് സഹായം തേടാനുള്ള ഒരു തോന്നൽ അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കും. എന്നിട്ടോ വജഅല ഇസ്തിആനതഹു വദുആഹു സബബൻ ലിൽ ഖൈരി അല്ലദി ഖലാഹു ലഹു, എന്നിട്ട് അവന്റെ ചോദ്യവും അവന്റെ പ്രാർത്ഥനയും അവന്റെ സഹായം തേട്ടവും അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു വിധിച്ച ആ ഖൈറിനുള്ള ഒരു കാരണമാക്കും, ഖൈറിനുള്ള ഒരു കാരണമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന വലിയ വിശ്വാസിയുടെ ആയുധം, അതൊരാൾക്കും തടയാൻ സാധിക്കൂല. അത് വിശ്വാസിയുടെ ആയുധമാണ്. അതൊരാൾക്കും നിരോധിക്കാൻ സാധിക്കുകയില്ല. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഏതു സമയത്തും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, അദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ, നമ്മുടെ പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും രോഗങ്ങൾക്കൊക്കെയുള്ള ഏറ്റവും ഉപകാരം കിട്ടുന്ന ഒരു മരുന്നാണ് പ്രാർത്ഥന. വഹുവ അദുവ്വു അൽ ബല, അത് പരീക്ഷണത്തിന്റെ ശത്രുവാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ വിശ്വാസിയുടെ മരുന്നെന്താ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യദ്ഫഉഹു വയുആലിജുഹു, ആ പരീക്ഷണത്തെ തടയുന്നത് ദുആണ്, അതിനെ ചികിത്സിക്കുന്നത് പ്രാർത്ഥനയാണ്. വയംനഉ നുസൂലഹു, ആ പരീക്ഷണം ഇറങ്ങാതിരിക്കാൻ തടസ്സമായിരിക്കുന്നത് അവന്റെ പ്രാർത്ഥനയായിരിക്കും. വയർഫഉഹു ഔ യുഖഫിഫുഹു, ആ പരീക്ഷണം മൊത്തത്തിൽ ഇല്ലാതെയായി തീരാൻ അല്ലെങ്കിൽ അതിന്റെ പ്രയാസത്തിൽ ഒരു കുറവുണ്ടാകാനൊക്കെ പ്രാർത്ഥന കാരണമാകും. ആ നിലക്ക് പരീക്ഷണത്തിന്റെ ശത്രുവാണ് പ്രാർത്ഥന. ഇദാ നസൽ ഔ യുഖഫിഫുഹു ഇദാ നസൽ, ഒരു പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോകാനും അത് ഒന്ന് ലഘൂകരിക്കാനൊക്കെ ഈ പ്രാർത്ഥന കാരണമാകും. വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ആയുധമാണ്. വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ആയുധമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്.